നമുക്ക് ബ്ലോക്ക് ഡയഗണൽ റെപ്രസെൻറ്റേഷനാണ് 5th മൊഡ്യൂളിൻ്റെ ബാക്കിയായിട്ട് വരുന്നത്. എ ലീനിയർ ഓപ്പറേറ്റർ ടി ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് വി ഈസ് കോൾഡ് ഡയഗണലൈസബിൾ ഇഫ് there exists a basis B for V such that T with respect to BB is a diagonal matrix. അപ്പോൾ നമ്മൾ ടി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ വിയിലുണ്ട്, അതിന് ഡയഗണലൈസബിൾ എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് ഒരു ബേസിസ് ഉണ്ടാവണം. ആ ബേസിസ് വെച്ച് അതിൻ്റെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുമ്പം അത് നമുക്ക് ഡയഗണൽ മെട്രിക്സ് ആയിട്ട് കിട്ടണം. ഒരു ബേസിസ് എങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു ബേസിസിൽ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമ്മളതിനെ ഡയഗണലൈസബിൾ എന്ന് പറയും. ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണമെന്നില്ല, ഡയഗണലൈസബിൾ. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡയഗണലിൽ മാത്രം നോൺ സീറോ എൻട്രീസും ബാക്കി സ്ഥലങ്ങളിൽ സീറോയും വരുന്നതാണ് ഡയഗണൽ മെട്രിക്സ്. ഇനി തിയറം 6.2 എ ലീനിയർ ഓപ്പറേറ്റർ ടി ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് വി ഈസ് ഡയഗണലൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് there exists a basis of V consisting of eigen vectors of T. ഇപ്പോൾ ഒരു ലീനിയർ ഓപ്പറേറ്റർ ടി ഉണ്ട് ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് വി, അതിനെ ഡയഗണലൈസബിൾ എന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി there exists a basis of V consisting of eigen vectors of T. ഡയഗണലൈസബിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ബേസിസ് ഉണ്ടായിരിക്കണം, ഐഗൻ വെക്റ്റേഴ്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബേസിസ് ഉണ്ടായിരിക്കണം എന്നാണ് തിയറം പറയുന്നത്. അപ്പം ഡയഗണലൈസബിൾ ആകാനുള്ള കണ്ടീഷൻ എന്താണ്? ഷുഡ് ഹാവ് എ ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഐഗൻ വെക്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ ബി ഈസ് ഈക്വൽ ടു V1, എക്സെട്ര Vn ബി എ ബേസിസ് ഓഫ് ക്യാപിറ്റൽ ബി. അപ്പോൾ നമ്മളൊരു ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആണല്ലോ, അതിൻ്റെ ഒരു പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിസ് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് അസ്യൂം ചെയ്യുന്നത് എന്താണ്? ടി വിത്ത് റെസ്പെക്ട് ടു ദിസ് ബേസിസ് എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ വരുന്ന എൻട്രീസ് λ1, എക്സെട്ര λn ആണ്. ഇങ്ങനെ അസ്യൂം ചെയ്യുന്നത്. അതായത് നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് ഒരു മെട്രിക്സ്, ആ മെട്രിക്സിൻ്റെ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സ് λ1 മുതൽ λn വരെ, ബാക്കി എല്ലാ സ്ഥലത്തും സീറോ. ഇനി നമ്മൾ എങ്ങനെ മെട്രിക്സിൻ്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ആദ്യം TV1 കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ അതായത് ബിയിലുള്ള ആൾക്കാരുടെ എല്ലാം ഇമേജ് കണ്ടുപിടിച്ചിട്ട് ബിയുടെ തന്നെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന സ്കെയിലാർ കോളമായിട്ട് താഴോട്ട് എഴുതി വെക്കുമ്പോഴാണ് നമുക്ക് λ1 താഴോട്ട് 0 0 0, അടുത്ത കോളം 0, പിന്നെ λ2 ബാക്കി 0, അടുത്ത കോളം 0 0 λ3, അങ്ങനെയല്ലേ വരുന്നത്. അവസാനം ലാസ്റ്റ് കോളം 0 0 0, ഏറ്റവും അവസാനം λn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് TVN കണ്ടുപിടിച്ചപ്പം നമുക്ക് λ1 V1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ λ1 എടുത്ത് ഫസ്റ്റ് എൻട്രി ആയിട്ട് കൊടുത്തിട്ട് താഴോട്ട് ബാക്കിയെല്ലാം സീറോയുമാണ്. അപ്പോൾ λ1 V1 പ്ലസ് ബാക്കിയെല്ലാം 0. TV2 എന്ന് പറയുന്നത് λ2 V2, അതുകൊണ്ട് അത് സെക്കൻഡ് പൊസിഷനിൽ, സെക്കൻഡ് കോളത്തിൽ സെക്കൻഡ് റോയിലായത് അത് λ2 V2 എന്ന് വന്നതുകൊണ്ടാണ്. ബാക്കിയെല്ലാം 0. അപ്പം അതാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. TV1 λ1 V1, TV2 λ2 V2, എക്സെട്ര TVN λn Vn. ദാറ്റ് ഈസ് ഈച്ച് λ. അപ്പോൾ ഇതെന്താ, ഓരോ ലാംഡയും ഐഗൻ വാല്യൂ ആണെന്ന് ഉള്ളതിൻ്റെ കണ്ടീഷനായില്ലേ. ഇത് കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ VI ആയി. അപ്പോൾ നമുക്ക് എന്തായി? V1, എക്സെട്ര Vn എന്ന് പറയുന്ന ഐഗൻ വെക്ടേഴ്സിൻ്റെ ഒരു സെറ്റാണെന്ന് മനസ്സിലായി. കോൺവേഴ്സ്ലി ലെറ്റ് ബി ഈസ് ഈക്വൽ ടു V1, എക്സെട്ര Vn ബി എ ബേസിസ് ഓഫ് ക്യാപിറ്റൽ ബി വെയർ VA is an eigen vector of T corresponding to the eigen value λ for I belongs to 1, എക്സെട്ര. തിരിച്ച് നമ്മൾ എടുക്കുന്നത് ഒരു ബേസിസ് ഉണ്ട്, അതിനകത്തിൽ ഓരോ വിയും എന്താണ് ഐഗൻ വെക്ടർ ആണെന്ന് അസ്യൂം ചെയ്യുക, കറസ്പോണ്ടിങ് ടു ദി ഐഗൻ വാല്യൂ λ. നമുക്ക് കാണിക്കേണ്ടത് മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെന്നല്ലേ കാണിക്കേണ്ടത്. അപ്പം ഇത് ഫുൾ ഐഗൻ വെക്ടേഴ്സ് ആണല്ലോ. ഐഗൻ വെക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഐഗൻ വാല്യൂസ് കറസ്പോണ്ടിങ് കിട്ടുമല്ലോ. അപ്പോൾ TV1 λ1 V1 ആണ്, TV2 λ2 V2 ആണ്, എക്സെട്ര TVN λn Vn ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുമ്പം എന്ത് കിട്ടും? ആദ്യം ഫസ്റ്റ് കോളം λ1 താഴോട്ട് 0, സെക്കൻഡ് കോളം 0, പിന്നെ λ2 ബാക്കിയെല്ലാം 0, എക്സെട്ര TVN 0 0 0, എക്സെട്ര λn. അതായത് നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് കിട്ടും. ഡയഗണൽ എൻട്രിയിൽ λ1 മുതൽ എക്സെട്ര λn എന്നായിരിക്കും കിട്ടുന്നത്. അടുത്ത തിയറം 6.3 ഇഫ് എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ ആൻ n ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് ഹാസ് n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ദെൻ ഇറ്റ് ഈസ് ഡയഗണലൈസബിൾ. ഒരു ലീനിയർ ഓപ്പറേറ്റർ ഒരു n ഡയമെൻഷൻ വെക്റ്റർ സ്പേസിലുണ്ട്, അതിന് n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ഡയഗണലൈസബിൾ ആണെന്നാണ് തിയറം 6.3 പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രൂഫ് ഓഫ് തിയറം 6.2 സേസ് ദാറ്റ് ഇഫ് ദി ഓർഡേർഡ് ബേസിസ് ഈസ് എ ബേസിസ് ഫോർ V and V1, എക്സെട്ര Vn ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ദെൻ T ഈസ് ഡയഗണലൈസബിൾ. അപ്പം നമുക്കറിയാം n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം
ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നറിയാം. അപ്പോൾ ഇത്രയും ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനത്രയും എൻ ഡിസ്റ്റിങ്ക്റ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ എൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് ആ സ്പേസിലുണ്ടെങ്കിൽ അത് അതിൻ്റെ ബേസിസായി. അപ്പം ഐഗൻ വെക്ടേഴ്സ് കൊണ്ടൊരു ബേസിസ് ഉണ്ടെങ്കിൽ അത് ഡയഗണലൈസബിൾ ആയിരിക്കും എന്നാണ് തൊട്ട് മുമ്പുള്ള തിയറത്തിൽ നമ്മൾ പഠിച്ചത്. എക്സാമ്പിൾ ടി ഫ്രം R3 to R3 ഡിഫൈൻഡ് ബൈ TABC = കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എൻ്റെ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് കൺസിഡർ ചെയ്യുകയാണേ. ഇപ്പോൾ TO100 ഇമേജ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് കണ്ടുപിടിച്ചു. TO110 TO111 ഇതെല്ലാം കണ്ടുപിടിച്ചു. ഇപ്പോൾ 3 ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഉണ്ട്. 1 2 3 ആണ്. എ ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു. അപ്പോൾ ഈ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ്, എ ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദീസ് ഐഗൻ വാല്യൂസ് ഈസ്. അപ്പം നോക്കിക്കേ, ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് അല്ല, അല്ലാത്തൊരു ബേസിസാണ് എടുത്തേക്കുന്നത്. 100 110 111. അപ്പോൾ നമുക്ക് 1 2 3 3 ഐഗൻ വാല്യൂസ് ഇവിടെ കിട്ടി. കാരണം T100 1 × 100, TF110 എന്ന് പറയുന്നത് 2 × 110, TF111 എന്ന് പറയുന്നത് 3 × 111. ഇത് മൂന്നും ഐഗൻ നമ്മുടെ TB = λB സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? അപ്പോൾ ഒന്നാമത്തേതിനകത്ത് TBയുടെ സ്ഥാനത്ത് 110, λ1 ആണ്, B എന്ന് പറയുന്നത് 110. അപ്പോൾ 1 2 3 3 ഐഗൻ വാല്യൂസ് കിട്ടി. കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് മെട്രിക്സായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയഗണൽ എന്ത് വരും? 1 2 3 എന്ന് കിട്ടും. ബാക്കിയെല്ലാം 0 100നെ നമ്മൾ ഇതിൻ്റെ തന്നെ ടേംസിൽ എഴുതുകയാണ്. T വിത്ത് റെസ്പെക്ട് BB എഴുതുമ്പോൾ 1 × 100 എന്ന് കിട്ടി. ബാക്കിയുള്ള ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അതിനെ 0 × 10 + 0 × 111 എന്ന് എഴുതും. ബാക്കിയുള്ളതും അതേപോലെ തന്നെ.